നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം, മഹിളാ മോർച്ച കർണാടക സഹപ്രഭാരി, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീമതി ML അശ്വിനിയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മറുപടിയിലേക്ക് സ്വാഗതം. നമസ്തേ. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട് വരുന്നത് ML അശ്വിനി? ഇറ്റ്സ് ബൈ ആക്സിഡന്റ്. ഞാൻ ടീച്ചറായിരുന്നു. ഒരിക്കലും ഐ വാസ് നോട്ട് തിങ്കിങ് അബൌട്ട് ദിസ് പൊളിറ്റിക്സ്. ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ. ഒരു ദിവസം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുമ്പോൾ ഇതിന്റെ മുമ്പ് എൻ്റെ ചോദിച്ചിട്ടുണ്ടായി കണ്ടസ്റ്റ് ചെയ്യണമെന്ന്. ലാസ്റ്റ് 5 years ബിഫോർ ഞാൻ അത് ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായി. പിന്നെ ഞാൻ ദുബായിൽ നിന്ന് വരുന്നു. ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരുന്നു. നെക്സ്റ്റ് അക്കാഡമിക് ഇയർക്കാണ് ഞാൻ ജോയിൻ ആവുന്നത്. സോ ആ സമയത്ത് ഇവരെന്നെ ബ്ലോക്കാക്കി കണ്ടസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്തു കുറെ. സോ ആ ടൈമാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ കണ്ടസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫോർ ദ ഫസ്റ്റ് ടൈം 804 വോട്ട്സ് എടുത്തിട്ട് ഞാൻ ലീഡിൽ ജയിക്കുന്നതാണ്. അങ്ങനെ എൻ്റെ രാഷ്ട്രീയത്തിന് ഞാൻ വരുന്നത്. സോ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ശേഷം ഞാനത് പുതിയതാണ് എനിക്ക്. സോ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞെങ്കിൽ ഐ വിൽ ബി ഡീപ്പ് ഇൻ ദാറ്റ്. സോ ഞാനത് ഡീപ്പായി വർക്ക് തുടങ്ങി. അതായത് അസംബ്ലി ഇലക്ഷൻ വരുന്നു. ആ അസംബ്ലി ഇലക്ഷനിൽ മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻജി മത്സരിക്കുന്നു. സോ ഐ ഗേവ് മൈ ഫുൾ ടൈം ഫോർ ദാറ്റ് ടൈം. സോ ഇതെല്ലാം ആ സമയത്ത് എല്ലാം അബ്സർവ് ആക്കിയ സ്റ്റേറ്റ് കമ്മിറ്റി ഓർ സെൻട്രൽ കമ്മിറ്റി പിന്നെ എനിക്കൊരു പുതിയതായിട്ടുള്ള ചുമതല തരുന്നു. നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് മഹിളാ മോർച്ച ആണ്. സോ ഇറ്റ് വാസ് ഓൾസോ അൺഎക്സ്പെക്ടഡ്. ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ടാവും, കിച്ചണിൽ എനിക്ക് ഫോൺ വരൂ, കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാണ് ചോദിക്കുന്നത്? ഇവര് എല്ലാം മൊത്തം നിങ്ങളെ ഫോട്ടോസ് തന്നെ റൺ ആകുന്നുണ്ട്, നിങ്ങൾക്ക് അറിയുന്നില്ലേ? സോ ദെൻ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് നോക്കുമ്പോൾ ഞാനൊരു നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പിന്നെ അതിൽ അങ്ങനെ ഒന്ന് റെസ്പോൺസിബിൾ വന്നു. നന്നായിട്ട് അത് യൂസ് ചെയ്തു. എല്ലാ രീതിയിലും എല്ലാ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു. അതായിട്ട് നാഷണൽ പ്രസിഡന്റ് ശ്രീമതി വനതി ശ്രീനിവാസൻ മഹിളാ മോർച്ചയുടെ അവരൊരു യുണീക്ക് ടൈപ്പ് വർക്കാണ് നമുക്ക് തന്നിട്ടുണ്ടായത്. സോ 48 പ്രവാസ് ഓൾ ഓവർ ദ സ്റ്റേറ്റ്സ് സംഘടനാ ഓർഗനൈസേഷൻ പ്രവാസം നടന്നിട്ട് നമുക്ക് തന്നു. സോ മാക്സിമം പ്രവാസം ഞാൻ അറ്റൻഡ് ചെയ്തു. ഇവിടുന്ന് ജമ്മു പോയി പ്രവാസത്തിലേക്ക്, അസ്സാം പോയി, ഗുജറാത്ത് ഇലക്ഷൻസിൽ ഞാൻ അവിടെ ഉണ്ടായി. അതായിട്ട് ഞാൻ കർണാടക ഇലക്ഷന്റെ സോണൽ ഇൻചാർജ് ആയിരുന്നു. തെലങ്കാന പോയി, ആന്ധ്രാപ്രദേശ് പോയി ക്ലാസ്സസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് അക്ക വിളിക്കും, അശ്വിനി യു ഷുഡ് ഗോ ടുമോറോ ഡേ ആഫ്റ്റർ ടുമോറോ. അക്ക ഐ വിൽ ടെൽ യു ഷുഡ് ഗോ അശ്വിനി. Yes, Akka. Within 5 minutes, I will call you back, Akka. So my husband was very supportive for that. അങ്ങനെ more than 10 states ഞാൻ ഓൾറെഡി യാത്ര ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, അസ്സാം, ജമ്മു കാശ്മീർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക അങ്ങനെ യാത്ര ചെയ്തിട്ട് വെരി ആക്റ്റീവ് അല്ലേ? യെസ്. അങ്ങനെ പൊളിറ്റിക്സിൽ ആക്റ്റീവായി, നന്നായിട്ട് ആക്റ്റീവായി. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് അല്ലെ? എനിക്ക് തോന്നുന്നു 6 ഭാഷകൾ അറിയാൻ തോന്നുന്നു അല്ലെ? അതെ. ഓക്കെ. നേരത്തെ അറിയാവുന്നതാണോ? നേരത്തെ അറിയാന്ന് പറഞ്ഞെങ്കിൽ മലയാളം കല്യാണം കഴിഞ്ഞിട്ട് വന്ന ശേഷം അത് രാഷ്ട്രീയത്തിൽ സജീവമായ ശേഷമാണ് ഞാൻ മലയാളം കുറച്ചെങ്കിലും സംസാരിക്കാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ കർണാടകയിലാണ് ബോൺ ആൻഡ് ബോട്ടപ്പ്, ബാംഗ്ലൂരിലാണ്. സോ അവിടെ കന്നഡാണ്. പിന്നെ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ്. പിന്നെ നമ്മളെ നെയ്ബേഴ്സ് തമിഴിയൻസും പിന്നെ ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യൻസ്. യു നോ ദാറ്റ് ബാംഗ്ലൂർ ഇസ് എ പ്ലേസ് വെയർ ദ പീപ്പിൾ കം ഫ്രം ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ്. സോ അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. സോ ഹിന്ദിയിൽ ഫ്ലുവൻ്റ് ആയി, ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി, കന്നഡ ഇറ്റ്സ് ആർ മദർ ടങ് എന്ന് പറയാം, കർണാടകയിൽ ഉണ്ടായിക്കൊണ്ട്. പിന്നെ തുളു മാംഗ്ലൂരിയൻസ് ആണ് ആയിക്കൊണ്ട്. എന്റെ പാരന്റ്സിന്റെ വീട് വന്നിട്ട് മാംഗ്ലൂരാണ്. സോ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ മാംഗ്ലൂർ വരും, റിലേഷൻസ് എല്ലാം മാംഗ്ലൂർ ഉണ്ടായത്. സോ തുളു അങ്ങനെ എനിക്ക് തുളു അറിയാം. പിന്നെ തമിഴ് നെയ്ബേഴ്സിനെ കൊണ്ട് മലയാളം കല്യാണം കഴിഞ്ഞിട്ട് വന്ന ശേഷമാണ് മലയാളം പഠിച്ചത്. ഹസ്ബൻഡ് മലയാളിയാണ്? യെസ്, ഹസ്ബൻഡ് മലയാളി. ഈസ് ഫ്രം മഞ്ചേശ്വരം. മഞ്ചേശ്വരം. ഓക്കെ. എന്ത് ചെയ്യുന്നു? ആക്ച്വലി ഈസ് എ ടെക്നീഷ്യൻ. ദുബായിൽ 14 years ഉണ്ടായി എംബ്രൽ സർവീസിൽ ആസ് എ ഫെസിലിറ്റി മാനേജർ. ഇപ്പൊ നിലവിൽ 1 year ആയിട്ട് ദുബായിൽ തിരിച്ചു വന്നിട്ട് നിംസ് ഹോസ്പിറ്റൽ നെയ്യാറ്റിക്കര അവിടെ അസിസ്റ്റന്റ് ഫെസിലിറ്റി മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലാണ്, തിരുവനന്തപുരം. നിങ്ങളെ നാട്ടിൽ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കാൻഡിഡേച്ചറിനെ കുറിച്ച് ആരാണ് ആദ്യം പറയുന്നത്? ന്യൂസിന്റെ ഒരു ക്ലിപ്പ് കണ്ടിരുന്നു, എനിക്ക് ആരോ അയച്ചു തന്നതാണ്. അന്ന് ഒരു 1 week ബിഫോർ ലിസ്റ്റ് ഉണ്ട്, അശ്വിനിന്റെ ലിസ്റ്റ് ഉണ്ട് ഇവിടെ. നെറ്റിപ്പോയി ഞാൻ.
ആ എന്റെ ലിസ്റ്റ് ഉണ്ടാ പിന്നെ 33% റിസർവേഷൻ ബില്ല് ഉണ്ടല്ലോ സോ അതൊക്കെ വേണ്ടിട്ട് നെയിം കൊടുത്തിട്ടുണ്ടാവും ഒരിക്കലും ഞാൻ ഇവിടെ കാൻഡിഡേറ്റ് ആയിട്ട് വരില്ല അത് ഒരു ജസ്റ്റ് ഫോർ നെയിം സെക്ക് 3-4 പേര് ലിസ്റ്റ് ഉണ്ടായി ഇങ്ങനെ 2-3 ചാനൽ ഇങ്ങനെ കണ്ടു പക്ഷേ അന്ന് ലിസ്റ്റ് വിടുന്നെന്ന് പറയുമ്പോൾ ഞാൻ TV ഓൺ ആക്കിയിട്ടേ ഇല്ല ഞാൻ ഹസ്ബൻഡോട് പറയും TV ഓൺ ആക്കരുത് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ടാവല്ലോ പേരുണ്ടായിക്കണ്ടു പിന്നെ ആദ്യമായിട്ട് എനിക്ക് ഫോൺ വരുന്നു ഫോൺ വന്നിട്ട് അവർക്ക് കൺഗ്രാചുലേഷൻസ് പറയുന്നു ആ ഞാനാണോ പിന്നെ ഓപ്പോസിറ്റ് ഞാൻ എന്താക്കി ഹസ്ബൻഡ് പറഞ്ഞു ഇത് ഹസ്ബൻഡ് എവിടെ പോയിട്ടുണ്ട് വന്നു ഹസ്ബൻഡ് സെലക്ട് ആയിട്ടുണ്ട് എന്റെ പേര് വന്നിട്ടുണ്ടെന്ന് പിന്നെ പെട്ടെന്ന് TV ഓണാക്കി നോക്കുമ്പോൾ അത് ഓൾറെഡി പോയിട്ടുണ്ടായി പിന്നെ യൂട്യൂബ് എടുത്തിട്ട് ലൈവ് എടുത്തിട്ട് ബാക്കിലോട്ട് അടിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ കോൾസ് വരാൻ തുടങ്ങി പിന്നെ കൺഫേം ആയി എനിക്ക് ഞാൻ എന്നെ പറഞ്ഞിട്ട് അൺഎക്സ്പെക്ടഡ് അല്ലേ അൺഎക്സ്പെക്ടഡ് നെറ്റിപ്പോയി ഷോക്ക് അടിച്ചു പോയി പിന്നെ എനിക്ക് പേടിയായി നന്ന പേടിയായി ബിക്കോസ് ഇത്ര വലിയ ചുമതല ഞാൻ ഏറ്റെടുക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഒരു മഞ്ചേശ്വര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറിന് സഡൻ ആയിട്ട് മെമ്പർ ഓഫ് പാർലമെന്റിലേക്ക് ഒരു കാൻഡിഡേറ്റ് ആവുന്നത് അതല്ലാണ്ട് 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി പയ്യന്നൂരും പിന്നെ കല്ലേശ്ശേരിയിലെ ഭാഗം നോക്കാത്ത ഭാഗമാണ് പക്ഷെ ഞാൻ സംഘടനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് കല്ലേശ്ശേരിയും പയ്യന്നൂർ വന്നിട്ടുണ്ട് നമ്മുടെ മഹിളാ സമാവേശത്തിന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആയെങ്കിലും നന്നായിട്ട് ആൾക്കാരെ പരിചയമില്ല സംഘടനയെ മാത്രമേ പരിചയമുള്ളൂ പുറത്തുള്ള ആൾക്കാരെ പരിചയമില്ല അപ്പോൾ എങ്ങനെ ഏറ്റെടുക്കും എല്ലാവരും എന്നൊരു നല്ല പേടിയുണ്ടായി പക്ഷെ ഇതെല്ലാം ഒറ്റ ഒരു വീക്ക് 1 വീക്ക് ആയിട്ടുണ്ടാവും എല്ലാം മാറി ആയി എവറിത്തിങ് ചേഞ്ച് അശ്വിനി ML ഇപ്പൊ എല്ലാവർക്കും അറിയാം ML അശ്വിനി ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം എവിടെ പോകുമ്പോഴോ അശ്വിനി വയ്യയിൽ പോകുമ്പോഴേക്കും അശ്വിനി പോകുന്നുണ്ട് പിള്ളേര് അശ്വിനി പോകുന്നുണ്ട് ബസ്സിൽ പോകുന്ന യാത്ര അശ്വിനി വിളിക്കുന്നുണ്ട് സോ ഇത് ഒരു നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തു അല്ലേ ഇനി അത് ഈ നമ്മുടെ വോട്ട് എടുപ്പിലും കൂടി അത് പ്രതിഫലിക്കണം അല്ല റിഫ്ലക്ട് ചെയ്യണം ആക്ച്വലി 2 days ബിഫോർ നമുക്ക് ഈ ചെറിയ പെരുന്നാൾ ഉണ്ടായല്ലേ അന്ന് ഷോപ്സ് എല്ലാം കട മൊത്തം ക്ലോസ് ആണ് പക്ഷെ ഈ ആൾക്കാരെല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ടായി കാറിൽ കുറെ ആള് അവർ വരുന്നല്ലേ അവർ റിലേറ്റീവ്സ് വീട്ടിൽ പോകുമ്പോ ഞാൻ എന്റെ ഓപ്പൺ വണ്ടിയിൽ ഉണ്ടായതാണ് ഞാൻ അങ്ങോട്ട് വേവ് ചെയ്തിട്ടില്ലെങ്കിലും വേവ് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ എന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ട് വേവ് ചെയ്തോണ്ടുണ്ടായി അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം വോട്ടായിട്ട് മാറ്റിട്ടുണ്ടെങ്കിലോ അക്സെപ്റ്റിംഗ് മീ സ്വീകരണം നല്ല രീതിയിൽ സ്വീകരണം ഉണ്ടായി അപ്പൊ അതെല്ലാം വോട്ടായിട്ട് അന്ന് അവർ എനിക്ക് തന്നെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നല്ല പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് കാസർഗോഡ് പൊതുവെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എസ്പെഷ്യലി സ്ത്രീകൾ അവരെങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം CAA ആണ് അല്ലെ യഥാർത്ഥത്തിൽ CAA എന്താണ് എന്ന് ഇവരെ അറിയിച്ചിട്ടില്ല ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക കാരണം CAA നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരും എന്ന രീതിയിൽ അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പൊ ഈ യാഥാർത്ഥ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ അതെ മുമ്പായെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി ഈ നമ്മുടെ മീഡിയസ് എല്ലാം അവർക്ക് എത്തുന്ന ഒരു സാധ്യത കുറവുണ്ടായി പക്ഷെ ഇപ്പോഴത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ലേഡീസ് നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അവർ കാണുന്നുണ്ട് സോ വാട്ട് ദേ ആർ ടെല്ലിംഗ് ദേ ആർ നോട്ട് ജസ്റ്റ് ലിസണിങ് എന്ത് ഫാക്ട് ആണെന്ന് കുറച്ച് തിങ്ക് ആക്കുന്നുണ്ട് അല്ലാണ്ട് അത്ര ഒരു നല്ല ഒരു എനിക്ക് അവർ സ്വീകരണം തരാൻ ഒരിക്കലും സാധ്യമില്ല ബിക്കോസ് യൂത്ത് ആയിട്ടുള്ള മുസ്ലിം ലേഡീസും പിന്നെ മുസ്ലിം ലീഡേഴ്സും ഞാൻ ഇങ്ങനെ മിഞ്ഞാനും ഒരു ജസ്റ്റ് എന്റെ വാഹനത്തിൽ വരുമ്പോ വെഹിക്കിളിൽ വരുമ്പോ കാറിൽ വരുമ്പോ ഒരു മുസ്ലിന്റെ അമ്മ നിപ്പിച്ചു ഇറങ്ങി വാ മോളെ ഇറങ്ങി വാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളെ വണ്ടി പോയിക്കൊണ്ടുണ്ട് പക്ഷെ ഞാൻ അവിടെ സ്റ്റോപ്പാക്കി വിളിച്ചിട്ട് അമ്മ പറഞ്ഞു എന്തായെങ്കിലും എന്റെ വോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും മോളെ കണ്ണു നിറഞ്ഞി അമ്മക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായമ്മ ഇല്ല നമുക്ക് മോദിജിയുടെ പണം കിട്ടുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് ആ പണം കൊണ്ടാണ് എന്തായെങ്കിലും മോള് വരണം ഇവിടെ നമുക്ക് മാറ്റങ്ങൾ വേണം അയാളൊരു ദേവത മനുഷ്യ പറഞ്ഞെങ്കിൽ അവരെ ഗോഡ് എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ല ഷീ ഈസ് നോട്ട് എ യങ് ലേഡി ഓൾഡ് ലേഡിയാണ് പിന്നെ ഒരു വീട്ടിലേക്ക് പോയി ഞാൻ അവിടെ അങ്ങനെ ഈ പ്രാവശ്യത്തെ വോട്ട് എന്തെങ്കിലും മോൾക്ക് തരുമെന്ന് പറഞ്ഞു അതായിട്ട് ഒരു ദിവസം ഞാൻ മഞ്ചേശ്വരത്ത് ബദിയെടുക്ക സൈഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു ഉമ്മനെ കണ്ടു വിളിച്ചു ഉമ്മ എന്നെ ഞാൻ അങ്ങോട്ട് പോയി ഷീ വാസ് ഓൾഡ് ഏജ് അപ്പൊ ഞാൻ ചോദിച്ചു എന്തമ്മ ഈ പ്രാവശ്യത്തെ വോട്ടൊന്ന് മാറ്റി കുത്തണ്ടേ നമുക്കിവിടെ ഡെവലപ്മെന്റ് വേണ്ടേ അതേ മോളെ അതുകൊണ്ടാണ് വിളിച്ചത് എനിക്ക് മോദിജി പൈസ വരുന്നു പറഞ്ഞിട്ട് എനിക്ക് ഉമ്മ തന്നു അമ്മ
തന്നിട്ട് അപ്പൊ അത് ഉറപ്പല്ല എനിക്ക് വോട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഉമ്മ തരുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എത്ര ഒരു ഫീൽ ഉണ്ട്. സോ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആൾക്കാർക്ക് ഇപ്പൊ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മോദിജി വന്ന ശേഷം നമുക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഡെവലപ്മെന്റ്സ് ആയിട്ടുണ്ട്. അവർക്ക് നേരിട്ട് പൈസകൾ കിട്ടുന്നുണ്ട്, ഈ മുമ്പ് അവർക്ക് കിട്ടിക്കൊണ്ടുണ്ടായിട്ട. സോ ഈ പ്രാവശ്യത്തെ വോട്ട് എന്തായെങ്കിലും അവർ BJPക്ക് തരും. പിന്നെ അശ്വിനി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം പറഞ്ഞെങ്കിൽ മഞ്ചേശ്വര ബ്ലോക്ക് പഞ്ചായത്തില് കണ്ടസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് വർക്കാടിയിൽ മുസ്ലിംസ് ആണ് ഉള്ളത് ഒരു ഏരിയ. സോ ഞാൻ അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പഠിപ്പിച്ച സ്കൂൾ സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. അവിടെ മാക്സിമം കുട്ടികളും ക്രിസ്ത്യൻസും പിന്നെ മുസ്ലിംസ് ആണ്. അപ്പൊ അവിടെ കുട്ടികളും പറയുന്നത് എന്ത് പറഞ്ഞെങ്കിൽ ഇത് എന്റെ ടീച്ചർ ഉമ്മ ബാപ്പ ഇതെന്റെ ടീച്ചർക്ക് എന്ന് വോട്ട് കൊടുക്കണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആ സമയത്ത് എനിക്ക് അവരെ വോട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ പഞ്ചായത്തുക്കും പിന്നെ ജില്ലക്ക് കിട്ടുന്ന കൂടുതലായിട്ട് ബ്ലോക്കിലേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് വോട്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ഈ പ്രാവശ്യം എന്തായെങ്കിലും അശ്വിനിക്ക് അവർ വോട്ട് തരും, ഇത് ഉറപ്പ്. 100% കോൺഫിഡന്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ പ്രൊജക്ട്സിന്റെ ബെനിഫിഷ്യറീസ് ആണ് അല്ലെ പലരും. അപ്പൊ അതൊരു വലിയ ഫാക്ടർ തന്നെയല്ലേ. ശരിക്കും മോദിയുടെ ഗ്യാരണ്ടി അതിൽ ജനങ്ങളെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു. നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും എന്ന ഒരു ആത്മവിശ്വാസം അവരിൽ ഉണ്ട് അല്ലേ? അതെ, നരേന്ദ്രമോദിജി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെറുതെ പറഞ്ഞതല്ല. ഒരു അവധിയിൽ തന്നെ അയാൾ ചെയ്ത കാര്യങ്ങൾ ഇപ്പൊ 10 years, വെറും 10 years കൊണ്ട് എത്ര മാറ്റങ്ങൾ നമ്മളെ ഇന്ത്യത്തിൽ വന്നു. നവഭാരതമായിട്ട് മാറ്റിയെടുത്തു. നമുക്ക് എല്ലാം ഡബിളായി, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നമുക്ക് ഡബിളായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ മുമ്പ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടുണ്ടായിട്ട. പിന്നെ അതേപോലെ നമുക്ക് 8 ഉണ്ടായ എയിംസ് 24 എയിംസ് ആയി. റെയിൽവേസ് അപ്ഗ്രേഡേഷൻസ് ആയി, വന്ദേ ഭാരത് വന്നു, എത്ര എയർപോർട്ട്സ് ആയി. ഇതെല്ലാം നമുക്ക് ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്. അതേപോലെ അയാൾ കൊടുക്കുന്ന സ്കീംസ് പറഞ്ഞെങ്കിൽ 4 കാറ്റഗറീസ് ആണ്. ഒന്ന് വിമൻ കാറ്റഗറി, ഫാർമർ കാറ്റഗറി, യൂത്ത് കാറ്റഗറി, അതേപോലെ പുവർ കാറ്റഗറി ആണ്. ഇപ്പൊ നമുക്കൊരു സാധാരണ ജനങ്ങളല്ല, കുറച്ച് ഹൈ ലെവലുള്ള ആൾക്കാർക്ക് നമുക്കൊരു ഗ്യാസ് കണക്ഷൻ എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം, നമുക്ക് മേടിക്കാം. നമുക്ക് വിശപ്പ് വന്നെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് നമുക്ക് മേടിക്കാം. അതേ ബിലോ പോവർട്ടി ഉള്ള ആൾക്കാർക്ക് ഗ്യാസ് എടുക്കാൻ പോലും അവർക്ക് പൈസ ഇല്ല. ബിക്കോസ് ഒരു ദിവസത്തിന് ചോറ് എടുത്തിട്ട് കഴിക്കുന്ന അങ്ങനത്തെ കപ്പാസിറ്റി ഉണ്ടാവില്ല. പിന്നെ എവിടേക്കാണ് അവർ ഗ്യാസ് എടുക്കുന്നത്? സോ അങ്ങനത്തെ ഫാമിലിക്ക് ബെനിഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് അയാൾ ഉജ്ജ്വല യോജന കൊണ്ടുവന്നു. ഇപ്പൊ എത്ര നിരവധി ആൾക്കാരാണ് അതിന്റെ ബെനിഫിഷ്യറീസ്. കിസാൻ സമ്മാൻ നിധി ഇപ്പോഴും എത്ര ആൾക്കാർക്ക്, ഇത് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞതാണ് മോദിന്റെ പൈസ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ആ കാറ്റഗറിയിൽ മോദിജി കൊണ്ടുവന്നിട്ടുണ്ട്. ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ മുമ്പ് കിട്ടാത്ത എല്ലാ ബെനിഫിറ്റ് നമുക്കിപ്പോ കിട്ടുന്നുണ്ടെന്ന് പാവപ്പെട്ട ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കുന്നില്ല. വെറുതെ ഇവർ പറയുന്നുള്ളത് മാത്രമാണ് അവർ തെറ്റിദ്ധാരണക്ക് വേണ്ടിയിട്ട്. അത് CA പറഞ്ഞത് അങ്ങനെയാണ്. പക്ഷെ ഇറ്റ്സ് ക്ലിയർ, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻക്ക് എവിടെയും പോകാൻ തരാനില്ല. ആർക്കും അത് റൈറ്റ് ഇല്ലാന്ന് ഇവിടുന്ന് അയക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ആരെങ്കിലും അയക്കാൻ റൈറ്റ് ഉണ്ടോ? നമ്മളെ വീടാണിത്, നമ്മൾ ജനിച്ചതാണ്. ഇവിടുന്ന് ആരെ പുറത്തിടാൻ സാധ്യതമേ ഇല്ല. ഇത് ക്ലിയർ ആണ്. അതെ, കാസർഗോട്ടുകാരുടെ ഏറ്റവും വലിയ പരാതി ഇവിടെ നല്ല ഒരു ആശുപത്രി ഇല്ല, മെഡിക്കൽ കോളേജ് ഇല്ല. ഇപ്പൊ പലപ്പോഴും നല്ല ചികിത്സയ്ക്ക്, വിദഗ്ധ ചികിത്സയ്ക്ക് അവർക്ക് മംഗലാപുരത്ത് പോകേണ്ടി വരുന്നു. നേരത്തെ മാഡം എയിംസിന്റെ കാര്യം പറഞ്ഞു. കാസർഗോഡ് എയിംസ് വരും എന്നൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. അതും ഇന്നലെ ഞങ്ങൾ കാഞ്ഞങ്ങാട് ജനസഭ നടത്തിയപ്പോൾ അവിടെയും അത് ചർച്ചാ വിഷയമായി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നമാണ്. ആ ലിസ്റ്റിൽ നിന്ന് 1031 പേരെ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ മാത്രമല്ല 5 ലക്ഷം രൂപ ഇവർക്കൊക്കെ കൊടുക്കണം. അങ്ങനെ ഒരു DYFI ആണ് സുപ്രീം കോടതി പോയി വിധി സമ്പാദിച്ചെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇപ്പോഴുള്ള സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. ഈ 2 പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ പോകുന്നത്? അതെ, മെഡിക്കൽ ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതില്ല. നമുക്കിപ്പോൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. ഞാനിത് വെറുതെ പറഞ്ഞതല്ല, എയിംസ് കൊണ്ടുവരുന്നു. ഞാൻ അവിടെ പോയി നമുക്ക് സ്ഥലങ്ങൾ വേണ്ടേ എന്തെങ്കിലും ചെയ്യണം. ആക്ച്വലി കാസർഗോഡ് ജില്ലക്ക് ലിസ്റ്റിൽ ഉണ്ടായതാണ് എയിംസ്. പക്ഷെ ഈ ഉണ്ടായ MP-ന്റെ നെഗ്ലിജൻസ് കൊണ്ട് അത് വേറെ അടുത്തേക്ക് പോയതാണ്. നമുക്ക് പെരിയയിൽ നമുക്ക് സ്ഥലങ്ങളുണ്ട്. അവിടെ ഞാൻ പോയി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയി എത്ര സ്ഥലം ഉണ്ടെന്ന് അന്വേഷിച്ചു. നമുക്ക് മിനി എയിംസ് എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റും.
മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ. അപ്പൊ അത് കൊണ്ടുവന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പെരിയാകുമ്പോൾ മിഡിലാണ്, ഈ ഭാഗത്ത് മിഡിലാണ്, നമുക്ക് ആ ഭാഗത്തിൽ മിഡിലാണ്. അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള കർണാടകയെ ആശ്രയിക്കുന്ന ഒരു അവസരം ഉണ്ടാവില്ല. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്ന സന്ദർഭത്ത് അങ്ങനെ ഒരു വീട്ടിൽ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി, ബോഡി എത്തിയിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ അവർ ഇവിടെ എമർജൻസി ആയപ്പോൾ അവർ കർണാടകയാണ് പോയത്. അതേ ഞങ്ങൾ പറയുന്നത്, ഇവിടെ നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ ഒരു ലൈഫ് സേവ് ആക്കായിരുന്നു. ഇങ്ങനെ എത്ര നിരവധി ലൈഫ് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളെ ഇപ്പോൾ നിലവിലുണ്ടായ MP-ക്കോ MLA-ക്കോ സാധിക്കുന്നില്ല? നമുക്ക് സ്ഥലങ്ങളുണ്ട്, പ്രോജക്ട്സ് ഉണ്ട്, നിരവധി പ്രോജക്ട്സ് ഉണ്ട്. എന്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല? അവർക്ക് വെറുതെ പൈസ കളയുന്നുണ്ട്. ഈ കേരള സദസ് യാത്ര ചെയ്തു, ആ ഒരു യാത്രത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബസ്സുക്ക് 1 crore 5 lakhs rupees ചെലവാക്കി. പക്ഷെ പെൻഷൻ കൊടുത്തിട്ടില്ല പാവപ്പെട്ടവർക്ക്. ഇതാണോ? കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിന് 5 കോടി അനുവദിച്ചിരിക്കുക ഇപ്പൊ അതിന്റെ നവീകരണത്തിന്. ആ 5 കോടി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കൊടുത്തുകൂടായിരുന്നോ? ഇപ്പോ പറഞ്ഞതിനൊക്കെ ഇത്ര ഒരു ആൾക്കാരെ ലിസ്റ്റിന് പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2000 വെച്ചിട്ട് മാസത്തിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ ചികിത്സ പൈസ ആവട്ടെ. സോ ഇത് ഞാൻ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിനി എയിംസ് കൊണ്ടുവരും ഞാൻ. ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്, എന്റെ ഉറപ്പാണ്. ബിക്കോസ് മോദിജി പോലെയാണ്, മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ അശ്വിനി മോദിജിന്റെ ഫോളോവറാണ്. എന്തായെങ്കിലും എത്ര ശ്രമ വെച്ചിട്ടാണെങ്കിലും ഞാൻ മിനി എയിംസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതേപോലെ ഈ എൻഡോസൾഫാൻ പീഡിതർക്ക് എന്ത് അവർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ട് കൊടുക്കും. ഇത് എന്റെ ഉറപ്പാണ്. അതേപോലെ നമുക്ക് കോളേജസ് വേണം ഇവിടെ. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നിരവധി ഇതെല്ലാം ഉണ്ട്, അതിന് അപ്ഗ്രേഡേഷൻ ആക്കണം. പിന്നെ അതേപോലെ നമുക്ക് കോളേജസ് വേണം. സോ നമുക്ക് ആക്ച്വലി പ്ലേസസ് ഉണ്ട്, നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ നിരവധി പ്ലേസസ് അൺയൂസ് ആക്കിയിട്ടായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകനെ ആശ്രയിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ചെന്നൈ പോണ്ടിച്ചേരി പോകുന്നുള്ളത്. എൻ്റെ എത്ര റിലേറ്റീവ്സ് പോണ്ടിച്ചേരിയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കോളേജ് ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ പഠിച്ചിട്ട് വന്നു തിരിച്ച് നാട്ടിലേക്ക് ജോബ് എന്താണ് ചെയ്യുന്നത്? അഗെയിൻ എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. 2010 VS അച്യുതാനന്ദൻ പറയുന്നത് ഞാനിവിടെ IT പാർക്ക് കൊണ്ടാക്കാം. എവിടെയാണ് IT പാർക്ക് ഉണ്ടാക്കിയത്? അയാളൊരു ഫൗണ്ടേഷൻ ഇട്ടു. 14 years ആയി, ഒരു ചേഞ്ചസ് അവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. ഇപ്പൊ അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ജസ്റ്റ് എ കോമ്പൗണ്ട് വാളാണ്. സോ നമുക്കവിടെ IT പാർക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ പഠിച്ചോട്ടെ, നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ ജോലി ചെയ്യട്ടെ എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാനും ഒരു അമ്മയാണ് എൻ്റെ കുട്ടിക്ക്. അപ്പൊ എൻ്റെ കുട്ടി പുറത്ത് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. രാവിലെ വേഗം എണിച്ചിട്ട് പോവണ്ടേ, 5 മണിക്ക് എണിച്ചിട്ട് 6 മണിയാകുമ്പോൾ വിടണ്ടേ, ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, എനിക്ക് വിഷമമാണ്. അതേപോലെ എത്ര അമ്മമാരാണ് ഇവിടെ വിഷമിക്കുന്നത്. സോ ആ വിഷമമെല്ലാം മാറ്റിയെടുക്കണം. ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ട് എല്ലാ സ്ത്രീകളെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ വിൽ ബ്രിങ് കോളേജസ് ഹിയർ, ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സ് എബോവ് 70 ആണ് അല്ലെ? യു ആർ വെരി യങ്. മാത്രമല്ല നാരീശക്തിയുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പൊ കാസർകോട്ടെ വോട്ടർമാര് അതുകൂടെ ചിന്തിക്കില്ലേ അല്ലേ? തീർച്ചയായിട്ടും ചിന്തിക്കും. ഞാൻ ചിലപ്പോ ഈ കുടുംബശ്രീന്റെ അടുത്ത് പോകുമ്പോ, ഗ്രൂപ്പ് ഓഫ് ലേഡീസിന്റെ അടുത്ത് പോകുമ്പോ ഞാൻ ഒറ്റ വാക്ക് അവരോട് പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ. അപ്പൊ സ്ത്രീകൾ എനിക്ക് ശക്തി തരണം. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്ത കാസർഗോഡൻ ജനങ്ങളും സ്ത്രീകൾ എനിക്ക് വോട്ട് തന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ജയിച്ചു വരും. നമ്മളിപ്പോ മാറി മാറി നമ്മള് പുരുഷന്മാർ ഇവിടെ ഭരണം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു സ്ത്രീക്ക് അവസരം കൊടുക്കണം. സ്ത്രീ വിചാരിച്ചെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത്ര ശക്തിയാണ് നാരിക്കുള്ളത്. നാരി ശക്തി പറഞ്ഞെങ്കിൽ അത് വെറുതെ ഒരു വാക്കല്ല. നമ്മളെ വീട്ടില് ഹസ്ബൻഡ് നയിച്ചിട്ട് വരും, അയാള് പുറത്തു പോയിട്ട് വർക്കാക്കിയിട്ട് പൈസ കൊണ്ടുവരും. പക്ഷെ ഫുൾ മെയിൻ്റെനൻസ് ആരാണ് ചെയ്യുന്നത്? എല്ലാം ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ക്ലീനിങ് എന്ത് വേണം, എന്ത് കൊടുത്തെങ്കിൽ എത്ര പൈസ നമുക്ക് വയ്ക്കാൻ പറ്റും. ഷീസ് എ ഫിനാൻസ് മിനിസ്റ്റർ, ഷീസ് എ ഹോം മിനിസ്റ്റർ, ഷീസ് എ ഹോം മേക്കർ, എവറിത്തിങ്. ഒരു സ്ത്രീ ഒരു 5 റോൾ നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഞാൻ കാസർഗോഡ് ജനങ്ങളോട് പറയുന്നത്, ഒരു അവസരം ഈ സ്ത്രീ കൊടുത്തോടെ, നമുക്ക് കാണണ്ടേ ഒരു സ്ത്രീന്റെ ഭരണം എങ്ങനെ ഉണ്ടാവുമെന്ന്. പയ്യന്നൂരിൽ വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പയ്യന്നൂര് അറിയാലോ അല്ലെ? CPM-ന് നല്ല വേരോട്ടുള്ളൊരു മണ്ഡലമാണ്. ഇവിടെയുള്ള പൊതുവിലുള്ള വോട്ടർമാരുടെ
സമീപനം എങ്ങനെയാണ്? ഇപ്പൊ ഈ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ വീണ്ടും ഈ ബോംബ് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പാനൂരില് ബോംബ് പൊട്ടി ഒരു CPM പ്രവർത്തകൻ, DYFIയുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. ഇപ്പൊ വീണ്ടും ഈ പൊളിറ്റിക്സ് അത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അത് കലുഷിതമാക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാസർഗോഡ് നിരവധി സംഭവങ്ങൾ അരങ്ങേറിയതാണ് പണ്ട് കാലത്ത്. അപ്പോ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അത് ഉണ്ടാവേണ്ടതുണ്ട്. പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, സമാധാനപരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPMന് അപ്രമാദിത്വമുള്ള ഈ ഏരിയാസിൽ, പയ്യന്നൂർ പോലുള്ള ഏരിയാസിൽ വോട്ടർമാരുടെ സമീപനം എന്താണ്? അവരും മാറി ചിന്തിക്കുന്നുണ്ടോ? അവരും മാറി ചിന്തിക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് മടുത്തു. ഈ LDFന്റെ പിന്നെ UDFന്റെ മാറി മാറി ഭരണം ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടില്ല എന്ന് അവർക്ക് മടുത്തിട്ടുണ്ട്. അവർക്ക് പേടിയാണ്, മുമ്പോട്ട് വന്നിട്ട് പറയാൻ പേടിയാണ്. പക്ഷെ അവർ നല്ല രീതിയിൽ എൻ്റെ ചിരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വോട്ട് ഉറപ്പിച്ചിട്ടുണ്ട് എൻ്റെ. പക്ഷെ പുറത്ത് പറയാൻ അവർക്ക് പേടിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് കല്ലേശ്ശേരി തൊട്ട് മഞ്ചേശ്വരം ഉണ്ടല്ലോ, ഈ കല്ലേശ്ശേരി പയ്യന്നൂരും ഭയങ്കര ഈ LDFക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഫസ്റ്റ് ടൈം എൻ്റെ ഫ്ലെക്സും എൻ്റെ പോസ്റ്റേഴ്സ് അവർ കീറിയെടുത്തു, കറിവായിൽ തേച്ചു ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷെ ഞാൻ പേടിച്ചില്ല. നെക്സ്റ്റ് ഡേ ഞാൻ അങ്ങോട്ട് പോയിട്ട് അന്വേഷിച്ചു, സ്റ്റേഷനിലേക്ക് പോയി. എനിക്ക് ഇവിടെ പേടിക്കാൻ ഒരു ഇതില്ല. ബിക്കോസ് ഐ ആം എ ഇന്ത്യൻ. എനിക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് എനിക്ക് വോട്ട് ചോദിക്കാം. ഇറ്റ്സ് നോട്ട് CPM ഏരിയ, ഇറ്റ്സ് നോട്ട് UDF ഏരിയ, ഇറ്റ്സ് നോട്ട് BJP ഏരിയ. എനിക്ക് എല്ലാവരും ഒന്നാണ്. ഈ മുമ്പ് ഞാൻ ആക്ച്വലി ജനപ്രതിനിധിയാണ്. എനിക്കറിയാം, ജനപ്രതിനിധിയായിട്ട് വന്ന ശേഷം എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്നത്. ഇപ്പോഴും മോദിജി അതേ ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് അയാൾ കൊണ്ടുവരുന്നു. അയാൾ ഇത് LDFക്കാർക്ക് നമുക്ക് കൊടുക്കുന്നില്ല, UDFക്കാർക്ക് നമുക്ക് കൊടുക്കുന്നില്ല എന്നല്ല, അതേ സെയിം മോഡലാണ് ഞാനും ഉള്ളത്. സോ എനിക്ക് ഒരു പേടിയില്ലാണ്ട് എല്ലായിടത്തും പോകുന്നുണ്ട്, എല്ലാവരുടെ വീട്ടിലേക്ക് കയറുന്നുണ്ട്. അതേപോലെ അങ്ങോട്ടും എനിക്ക് സ്വീകരണം കിട്ടുന്നുണ്ട്. ദേ ആർ തിങ്കിങ് ഈ പ്രാവശ്യത്തെ ഒരു വോട്ട് അശ്വിനി കൊടുത്തോടെ നമ്മൾ അവരെ ചിന്തിക്കുന്നുണ്ട്. സോ ഈ സമയം, ഈ ടൈം മാറിയിട്ടുണ്ട്. എനിക്കതേ പറയുന്നുള്ളത്. ഇതുവരെ ജനങ്ങളെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, BJP ഒരിക്കലും ഇവിടെ ജയിക്കില്ലാന്ന്. സോ അങ്ങനെ നമ്മളെ ആൾക്കാർ വോട്ടിടാൻ പോലും വന്നോണ്ടുണ്ടായിട്ട്. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയുള്ളതാണ്. തീർച്ചയായിട്ടും BJP ജയിക്കും. കേരളത്തിലെ കാസർഗോഡ് ഉൾപ്പെടെ എത്ര മണ്ഡലങ്ങളിൽ ജയിക്കും BJP? നമ്മൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തത് 6 ആണ്. സോ 6+1 കാസർഗോഡ് 7 മണ്ഡലം. 100% വിജയ പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും കാസർഗോഡ് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാസർഗോഡ്, ട്രിവാൻഡ്രം, ആറ്റിങ്കല്, ഇത് തൃശ്ശൂർ ജയിക്കും, ഉറപ്പാണ്. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കട്ടെ. ഹന്നി വോട്ടേഴ്സ് ഉണ്ടല്ലേ, ഹന്നി വോട്ടേഴ്സിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഇതാ അശ്വിനി മേഡം, ഇത് ഫസ്റ്റ് വോട്ടാണ്. ദേ ആർ നോട്ട് ഹിന്ദുസ് ഓർ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്. ഓക്കെ, ഇത് കന്നി വോട്ടാണ്. എന്തെങ്കിലും ഈ വോട്ട് നിങ്ങൾക്ക് തരും. ഞാൻ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടൽ പോയിട്ടുണ്ടായി. അവിടെ മുഴുവൻ മുസ്ലിം ആൾക്കാരുണ്ടായത്. എല്ലാവരും എന്നെ നന്നായിട്ട് സ്മൈൽ കൊടുത്തു, ഇതാക്കി. അവിടെ 2 പിള്ളേർ വന്നിട്ട് സെൽഫി എടുത്തിട്ട് പോയി. അല്ലെങ്കിൽ വരുമോ അവര്? നന്നായിട്ട് ആൾക്കാരുടെ ഇടയിൽ മാറ്റങ്ങളുണ്ട്. സോ ഞാൻ 100% ജയിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇവിടെയുള്ള ടാറ്റയുടെ കോവിഡ് ഹോസ്പിറ്റൽ ഏകദേശം 60 കോടി രൂപ ചെലവഴിച്ച് പണിതതാണ്. അത് പൊളിക്കാൻ പോവുകയാണെന്ന് കേട്ടു. സ്റ്റേറ്റ് ഗവൺമെന്റ് നമുക്ക് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തരാൻ പറ്റത്തില്ല. പക്ഷെ ഈ കോവിഡ് സന്ദർഭത്തിൽ നമുക്ക് തന്ന ടാറ്റ ഹോസ്പിറ്റലിൽ നമുക്കത് നന്നായിട്ട് യൂസ് ആക്കായിരുന്നു. നിരവധി എക്വിപ്മെന്റ്സ് ഉണ്ട്. പക്ഷെ ഇവര് ആ ഒരു എന്തെല്ലോ പൈസ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം ചെയ്തിട്ട് നിരവധി കോടികളാണ് ചെലവ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടാറ്റ ഹോസ്പിറ്റലിൽ ഇത്ര നല്ലതായിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ടായ ഹോസ്പിറ്റൽ, അതും പോലും 30 years ലൈഫ് സ്പാൻ ഉണ്ടായ ഹോസ്പിറ്റലിനെ ഇപ്പൊ പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കേരള മോഡലാണോ? നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വത്തിനെ നമുക്ക് നന്നായിട്ട് യൂസ് ആക്കാൻ പറ്റാത്ത ഒരു ഗതികേടാണ് നമ്മളെ കാസർഗോഡും കേരളം എത്തിച്ചിട്ടുള്ളതാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യം നേരിടുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ്, അല്ലെ? ഇപ്പൊ നോക്കൂ, ജലജീവൻ മിഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അതിന്റെ 1/3 മാത്രമേ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതും സംസ്ഥാന സർക്കാർ ആ ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുന്ന പരാജയമല്ലേ? അതെ, എല്ലാം സെൻട്രൽ ഗവൺമെന്റ് തരുന്ന നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫെയിലിയർ ആയിട്ടുണ്ട്.
പക്ഷെ ചില സംസ്ഥാനത്ത് നല്ലതായിട്ട് ജൽജീവൻ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതേ കേരളം എത്തിട്ടാകുമ്പോൾ കാസർഗോഡ് എത്തിട്ടാകുമ്പോൾ 1/3 മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് നമുക്ക് കാസർഗോഡിൽ 11 റിവേഴ്സ് ഉണ്ട്. കുടിവെള്ളത്തിന്റെ ക്ഷാമം വരാൻ പാടേയില്ല. പക്ഷെ ഇവിടെയാണ് ഏറ്റവും വലിയ കുടിവെള്ളത്തിന് ക്ഷാമം ഉള്ളതാണ്. ഇതും കേരളത്തിന്റെ ഒരു ഫെയിലിയർ ആണ്. ഇതാണ് കേരള മോഡൽ എന്ന് പറയാൻ ഞാൻ. ഓക്കെ, അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. വിജയിച്ചു വരിക. ഓക്കെ, വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച്. എല്ലാ ജനം TV പ്രേക്ഷകർക്കും എന്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.